ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് മീനന്തലയാർ ടൂറിസത്തിൻ്റെ അവിടെ നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടൊരു പാർക്കുണ്ട്. അപ്പോൾ അമ്മക്കുട്ടിനെ അങ്ങോട്ട് ആദ്യമായിട്ടൊരു പാർക്ക് വിസിറ്റാണ്. അപ്പോൾ അതിന് ഫ്രണ്ട് നമ്മളങ്ങോട്ട് പോണ വഴിക്ക് അതിൻ്റെ ഫ്രണ്ട് വശത്തൊരു കണ്ടം പറ്റിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൃഷിയൊക്കെ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു അത് പറ്റിക്കുന്നത്. അപ്പം നിറയെ മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഇത്രയും കൊക്കുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചുമ്മാ എടുത്തു വെച്ചാണ്. അപ്പോൾ അതേ ഞങ്ങൾ അമ്മക്കുട്ടനുമായിട്ട് പാർക്കിൽ കയറി. ഇവിടെ 4 മണി തൊട്ട് 9 മണി വരെയാണ് കുഞ്ഞി പിള്ളേർക്ക്, അതായത് 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 5 രൂപയാണ് ഫീസ്. അതായത് നമ്മൾ കയറുന്നതിനുള്ള പാസിന് 5 രൂപയാണ്. അപ്പോൾ അതേ അമ്മക്കുട്ടൻ ആദ്യമായിട്ടായതുകൊണ്ട് അവർക്ക് പേടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചു എങ്ങും കൊണ്ടുപോകാതെ ഒന്നും ഇരുത്തിയിട്ട് കാര്യം നമ്മളെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യിക്കണം എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അതേ ഇങ്ങനെ കാലൊക്കെ തടഞ്ഞിരിക്കും. ഇതിന് ടെക്നിക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും മനസ്സിലായില്ല ആൾക്ക്, ആദ്യമായിട്ട് കയറുന്നതുകൊണ്ട്. അപ്പോൾ ആൾക്ക് പുറകെ കൂടെ നടന്ന് കയറാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അച്ചാച്ചൻ അവിടെ എടുത്തി കൊടുത്ത് അത് ഇങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് വന്നപ്പോൾ മനസ്സിലായി ഇതിങ്ങനെയാണെന്നുള്ളത്. പിന്നെ വേറെ ഒന്നിലും കയറാൻ തയ്യാറല്ലായിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോലും ആൾ തയ്യാറല്ലായിരുന്നു. കാരണം ഇങ്ങനെ പിള്ളേർ കയറുന്നതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ കയറിയാൽ മതി എന്നുള്ള രീതിയിൽ ഇത് മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഒത്തിരി നിർബന്ധിച്ചാണ് കേട്ടോ എല്ലാ സാധനത്തിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞപ്പം പിന്നെ മനസ്സിലായി ഇനി ഇടയ്ക്കൊക്കെ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ കെട്ടി നല്ല രസമുണ്ട് കേട്ടോ. ഒരു സൺസെറ്റ് ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും. ഞങ്ങളൊരു 4 മണിക്ക് ശേഷമാണ് പോയിട്ടുള്ളത്. 4:30 4:45 ആയിട്ടുണ്ടാവും. നല്ല വ്യൂ ആയിരുന്നു കാണാനൊക്കെ. അങ്ങനത്തെ ഇവിടെ ഇങ്ങനെ കറങ്ങുന്ന കുതിര പോലത്തെ സാധനമൊക്കെ ഉണ്ട്. അതിലൊന്ന് കയറ്റിയിരുത്തി ജസ്റ്റ് എല്ലാം ഒന്ന് ആൾ കയറിയെന്നേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ ആൾക്ക് ആ സ്ലൈഡാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഇതേലാട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരിത് നമ്മൾ ഒരുപാട് കാശ് മുടക്കി കൊണ്ടുപോയി റൈഡിലൊക്കെ കയറ്റാൻ ശ്രമിക്കുന്നില്ല. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആളെല്ലാം ഒന്ന് പരിചയപ്പെട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല. ആളെ സംബന്ധിച്ച് ആൾ കുറച്ച് വഴക്കാളിയാണ്. അപ്പം എല്ലാത്തിലും ഒന്നും സമ്മതിക്കത്തില്ല. വെറുതെ എല്ലാം കൊണ്ടുപോയിട്ട് നമ്മുടെ പൈസ പോകും. അപ്പോൾ ഇതേ കയറിയപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇങ്ങനെ കറങ്ങുന്നത്. അപ്പോൾ ഒരു ചെറുക്കൻ കൊച്ചും ഉണ്ടായിരുന്നു. അവനും കൂടെ ഇങ്ങനെ ചവിട്ടി വിടുന്നതുകൊണ്ട് അവർക്ക് ഒരാളോട് കൂട്ടുള്ളത് കൊണ്ട് ഇൻട്രസ്റ്റ് ആയിരുന്നു അതേലൊക്കെ കയറാനായിട്ട്. അങ്ങനെ അതേ കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒത്തിരി നിർബന്ധിച്ചാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ചെന്ന് ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ടബിളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇഷ്ടമായി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പോരുമല്ലായിരുന്നു. ചെരുപ്പ് കൂരി അവിടെ ഇട്ട് ഭയങ്കര കളിയായിരുന്നു. പിന്നെ ഒത്തിരി നിർബന്ധിച്ച് അതിൻ്റെ വാതിൽക്ക് ഒരു കടയുണ്ട്, അവിടെ നിന്ന് മുട്ടായി മേടിച്ച് തരാം അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ഒരു 6 മണിയായപ്പം കൊണ്ടുപോകുന്നത്. ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ എന്തായാലും മാക്സിമം നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കൊച്ചും കൂടെ വന്ന് കയറി അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താണ് നമ്മുടെ ഫാമിലി ഗ്രോ അപ്പ് ആവുന്നുണ്ട്. അപ്പം എല്ലാവരും നല്ലതായിട്ടൊന്നും കൂടെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ വേറൊരു സ്ലൈഡൊക്കെ കയറ്റി. ഊഞ്ഞാലയിലൊന്നും കയറിയിട്ടിരിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇറങ്ങണം അതേ കയറണം എന്നുള്ളതുകൊണ്ട് ഇതേ കയറി. ഈ റെഡേ കയറിയപ്പോൾ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അതേ കയറാൻ ഒരു 3-4 പ്രാവശ്യം വന്നിട്ട് പിന്നെ കയറാം. അപ്പോൾ ഒരു ചെറുക്കൻ അതിലൂടെ വന്നപ്പോഴത്തേന് ഇറങ്ങിപ്പോടാ വഴക്ക് വിടയും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഇതെല്ലാം അച്ചാച്ചനും കൂടെ പിടിച്ചിട്ടാണ് ആൾ കയറി വന്നത്. അപ്പോൾ ഈ പുറകെ വരുന്ന അച്ചാച്ചനൊക്കെ അറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ കൊച്ചാണ്. അപ്പോൾ അവനും കൂടെ കൂടിയപ്പം കുറച്ചുകൂടി ഇഷ്ടമായി. പിന്നെ ഇങ്ങനെ ആടുന്നൊരു സാധനമുണ്ട്. പക്ഷെ ഇതിലൊന്നും കയറാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കുഞ്ഞു കുട്ടികളെയും കൊണ്ട് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വരാൻ പറ്റിയ നല്ല സ്ഥലമാണ്. താങ്ക് യു.